ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന പാലറ്റ് നിക്കാക്കയുടെ അണ്ടർ ദ സീ എന്ന് പറയുന്ന ഈ ഒരു പാലറ്റാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ശരിക്കും 599 റുപ്പീസാണ്. പക്ഷേ എപ്പോഴും ഓഫർ പ്രൈസിൽ കാണുന്ന ഒരു പാലറ്റാണ് ഇത്. നമ്മൾ ഓഫർ പ്രൈസിൽ വാങ്ങുകയാണെങ്കിൽ വെറും 349 റുപ്പീസേ ഉള്ളൂ ഇതിന്. ഇതിൽ തന്നെ നിക്കാക്കയുടെ തന്നെ പല ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇത് അണ്ടർ ദ സീ എന്നുള്ളൊരു പാലറ്റാണ്. ഇതിൽ തന്നെ മോക്ക മിക്സിൻ്റെ പാലറ്റിൻ്റെ ഐലൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. സോ ഇതിൽ നമുക്ക് വരുന്നതും അന്നത്തെ പാലറ്റിൽ കണ്ട മാതിരി തന്നെ ഇതിൽ 9 കളേഴ്സാണ് വരുന്നത്. ഏകദേശം 3 ഷിമ്മേഴ്സും ബാക്കിയെല്ലാം മാറ്റുമാണ് വരുന്നത്. നല്ല വൈബ്രൻറ്റ് കളേഴ്സാണ് ഇതിലുള്ളത്. യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഒരു പേർപ്പിൾ വയലറ്റ് കളർ വരുന്നുണ്ട്, ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു ഓറഞ്ചി നമ്മുടെ ചെങ്കൽ കളറില്ലേ ആ ഒരു കളറ് എല്ലാം വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി പാലറ്റാണ്. ന്യൂട്രൽ ഷെയ്ഡ്സും നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സും യെല്ലോ ഒക്കെ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ കണ്ണിൽ കാണുന്നുണ്ടാവും. നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ളൊരു പാലറ്റാണ്. നല്ലൊരു അഫോർഡബിൾ പാലറ്റാണ്. സോ ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്തത് എന്നറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണണം. സോ പറ്റുമെങ്കിൽ ഈ ഒരു പാലറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങാം. നല്ലൊരു അഫോർഡബിൾ നല്ലൊരു പാലറ്റാണ് കേട്ടോ ഇത്. സോ ഐ ലുക്ക് നമുക്ക് കാണാം. ഓക്കെ, ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ബ്രഷ്, വളരെ ചെറിയ ബ്രഷാണ്. അതിൽ ഞാൻ യെല്ലോ ഷെയ്ഡ് എടുക്കുകയാണ്. അപ്പോൾ യെല്ലോ ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഇന്നർ കോർണറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ കണ്ണിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് കണ്ണിനെ ഒരു 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ഒരു പാർട്ടിലാണ് ഞാൻ യെല്ലോ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കുഞ്ഞിക്കണ്ണാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണം. അതേമാതിരി തന്നെ മേലെ മാത്രമല്ല, ഞാൻ താഴെയും അതേപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ മേലെ ഒരു കളറും താഴെ ഭയങ്കര ഒന്നുമില്ലാത്ത പോലെ തോന്നില്ലേ, അപ്പോൾ അത് വേണ്ട. താഴെയും ഒരേപോലെ തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഏകദേശം കണ്ണിനെ ഞാൻ ഒരു 1/4 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 1/4 ഞാൻ യെല്ലോ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ കണ്ടോ സൈഡിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു ചെങ്കൽ കളർ കണ്ടില്ലേ, ആ ഒരു ചെങ്കൽ കളറിനെ ഒരു ഓറഞ്ചി, ഒരു ബേൺഡ് ഓറഞ്ച് പോലത്തെ ഉള്ളൊരു കളറാണ്. ആ കളറ് എടുത്തിട്ട് നമ്മുടെ ക്രീസിൽ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതാണ് നമ്മുടെ ട്രാൻസിഷൻ ഷെയ്ഡ്. നല്ലൊരു കളറാണ്. നമുക്ക് നല്ലോണം വർക്ക് ചെയ്യാം. ആദ്യത്തെ പ്രാവശ്യം പിഗ്മെൻറ്റേഷൻ വന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും പാലറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് കളർ വരണ്ടോ. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തോളൂ. അപ്പം എനിക്ക് 2 സൈഡും ഒരേപോലെ ആവണം. നല്ലൊരു കളർ വരുന്നവരെ ഞാൻ നന്നായിട്ട് പിഗ്മെൻ്റ് എടുക്കുന്നുണ്ട്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇതേ പരിപാടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡിങ് ആണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഇനി ഞാൻ ആ വയലറ്റ് കളർ എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ ഞാനൊരു ക്യാറ്റായി മാതിരിയുള്ളൊരു വിങ് ഐലൈനറാണ് ഉദ്ദേശിക്കുന്നത്. സോ അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ടേപ്പൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പ്രിസൈസായിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ആ ഒരു ക്യാറ്റായി ലുക്ക് ക്രിയേറ്റ് ചെയ്താണ്. മറ്റേ കണ്ണൽ അങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതേപോലെ ഞാൻ ഒന്ന് ചെയ്യുകയാണ്. ആ ഒരു വയലറ്റ് ഷെയ്ഡ് നന്നായിട്ട് ഔട്ടർ കോർണറിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഞാൻ ആ വാലൊന്ന് മേലേക്ക് പിരികത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു ക്യാറ്റായി ലുക്ക് കിട്ടുന്നത്, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ആദ്യത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ വയലറ്റ് എനിക്ക് അത്ര കളറുള്ള പോലെ തോന്നിയില്ല. പക്ഷേ വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും ഡിപ്പ് ചെയ്ത് വീണ്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വരും. നല്ല കളറായിട്ട് വരുന്നുണ്ട്, കണ്ടോ. ഇനി അടുത്തത് ഞാൻ ആ നടുവത്തെ ഷിമ്മർ ഗ്രീൻ എടുക്കുകയാണ്. നടുവിൽ നമ്മൾ ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രീന് ഞാൻ നടുവിൽ മുഴുവൻ ഒരു ബ്രഷുണ്ട്, ഐഷാഡോ ബ്രഷുണ്ട്, നന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒന്നും ബ്ലെൻഡ് ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തേ ഉള്ളൂ. ഇനി നമുക്ക് ആ വയലറ്റ് അത്യാവശ്യം ആ ഒരു നല്ലൊരു പിഗ്മെൻറ്റേഷൻ ആയി തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഈ ഇട്ട കളേഴ്സെല്ലാം ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കേണ്ട
എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ആ വയലറ്റ് കളർ എടുത്തു. എന്നിട്ട് ആ ഗ്രീനിൻ്റെ ഒപ്പം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു എഡ്ജസ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, ഹാർഷ് ലൈൻസ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേമാതിരി ഗ്രീൻ എടുത്തത് വീണ്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ യെല്ലോ എടുത്തിട്ട് ഇന്നർ കോർണറിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഗ്രീനിൻ്റെ ഒപ്പം ചേർത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴയ ഗ്രീനും യെല്ലോവും തമ്മിലുള്ള ആ ഷെയ്ഡ് കറക്റ്റായിട്ട് വരുള്ളൂ. ആ രണ്ട് കളറും ചേരുന്ന ഭാഗം നമുക്ക് കറക്റ്റായിട്ട് വരുള്ളൂ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ടൊരു വെറും ഒരു ഫ്ലഫി ബ്രഷ് കൊണ്ട് എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ്. ഇവിടെയും ഒന്നും ഹാർഷ് ലൈൻസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ക്രീസ് ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഈ ചെയ്ത കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. സോ ക്രീസ് ഒന്നുകൂടെ ഒന്ന് ഡിഫൈൻ ആവാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ആ ഒരു ചെങ്കൽ കളർ എടുത്തിട്ട് ഓറഞ്ച് ബേൺഡ് ഓറഞ്ച് കളർ എടുത്തിട്ട് വീണ്ടും ഒന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരും. ഇനി ഞാൻ മേലെ ചെയ്ത കാര്യങ്ങളെല്ലാം താഴെ ചെയ്തിട്ടുണ്ട്, താഴത്തെ കണ്ണിലും ചെയ്തിട്ടുണ്ട്. എന്നാലേ നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ ലുക്ക്. അപ്പോൾ വയലറ്റ് കളർ എടുത്തിട്ടുണ്ട്, കണ്ണിൻ്റെ അറ്റത്ത് ഔട്ടർ കോർണറിൽ അറ്റത്ത് ഇട്ടിട്ടുണ്ട് താഴെ. അതേമാതിരി ഗ്രീന് ഞാൻ നടുവിൽ ഐലാഷസിൽ എഴുതിയിട്ടുണ്ട്. യെല്ലോയും നമ്മൾ ഓൾറെഡി ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാനിനി എക്സസൊക്കെ ഒന്ന് തുടച്ച് കളയുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൺസീലർ വെച്ചിട്ട് തുടച്ച് കളയാം. കഴിഞ്ഞു, നമ്മുടെ ലുക്ക് കംപ്ലീറ്റായി. ഞാനൊരു മസ്കാര ഇട്ടു, നല്ലൊരു കാജലുണ്ടോ ഒന്ന് കണ്ണെഴുതി മേലെ വളരെ തിന്നായിട്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലുക്ക് കംപ്ലീറ്റായി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐ ലുക്കാണ്, നല്ലൊരു അഫോർഡബിൾ പാലറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഫംഗ്ഷൻസിനായാലും ഞാനിപ്പോൾ കളർഫുള്ളായി കുറച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നല്ല നല്ല കളർഫുൾ ലുക്സ് ചെയ്യാം. നല്ലൊരു അഫോർഡബിൾ പാലറ്റാണ്. എന്തായാലും ഈ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.